ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറച്ച് കാലങ്ങളായി ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ ഭയങ്കര തിരക്കി കൂടെ 2-3 വർഷമായിട്ട് നല്ല തിരക്കി കൂടെ പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനുണ്ടായ റീസൺ ഒക്കെ എല്ലാത്തിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ എനിക്ക് പറയാനൊക്കെ ഒരു എന്താ പറയുക, മനസ്സിനൊക്കെ ഒരു ഇതൊക്കെ വന്നു. അപ്പോൾ അതാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡയാലിസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡയാലിസ് ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കാം, നമ്മൾ എങ്ങനെ ആളെ ഇതാക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ് എനിക്ക് കിട്ടിയത് ആൾക്ക് രോഗം വന്നപ്പോഴാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആയിരുന്നു. ഞാനും ഹസ്ബൻഡ് 3 പെൺകുട്ടികളാണ്. അപ്പം ഡയബറ്റിക് ആയിരുന്നു. ഒരു 20-22 വർഷങ്ങളോളമായിട്ട് 26 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ ആൾ മെഡിസിൻ കഴിച്ചിരുന്നു. പക്ഷേ അങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മരുന്ന് ഞാൻ കൊടുക്കും, ഇൻസുലിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യാറുണ്ട്. മരുന്ന് കഴിക്കും, നമ്മൾ കൊടുത്താൽ കഴിക്കുക, അല്ലാതെ ആൾ തനിയെ എടുത്ത് കഴിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അങ്ങനെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മധുരം ഒട്ടും കഴിക്കില്ല, ഇഷ്ടമല്ല, മധുരമൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ചോറ് അത് നന്നായി കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മളെത്ര പറഞ്ഞാലും അവൾക്ക് ചോറിനോട് ഭയങ്കര ഒരു പ്രത്യേക താല്പര്യം. കാലത്ത് ഉച്ച തിരിഞ്ഞ് കാപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ്, അങ്ങനെ എല്ലാ നേരവും ഒരു ആറ് നേരമൊക്കെ ചോറുണ്ടായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ വീട്ടിൽ അങ്ങനെ മൊത്തം ചോറിനോടൊരു ഭയങ്കര താല്പര്യമുണ്ട്. അത് തന്നെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് മെയിനായിട്ട് ആൾക്ക്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചപ്പാത്തി ഒന്നും താല്പര്യമില്ല. ചപ്പാത്തി കഴിച്ചാൽ തന്നെ ചപ്പാത്തിക്ക് പകരം ചപ്പാത്തി കഴിച്ചാലും 2 ചപ്പാത്തി കഴിച്ചാലും പിന്നെയും ചോറ് ആ സെയിം ക്വാണ്ടിറ്റി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കും. അതൊക്കെ ഉള്ളൊരു വീക്ക്നെസ്സാണ് ചോറ്. പിന്നെ അങ്ങനെ കൺട്രോൾഡായിട്ട് നിർത്താമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, ഷുഗർ ഉണ്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു 2018 തുടങ്ങിയപ്പോൾ ഇവിടെ ബിസിനസ്സൊക്കെ ആയിരുന്നു. അത് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളും ടെൻഷൻസും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ അതിങ്ങനെ യാത്രയായിരുന്നു, അങ്ങനെയുള്ള യാത്രകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡൗൺ ആയി തുടങ്ങി, എല്ലാം പ്രിൻറ്റിങ് ഫീൽഡിലാണ്. അപ്പോൾ അത് നല്ലോണം ഡൗൺ ആയി. അപ്പോൾ അതിൻ്റെയൊക്കെ മെൻ്റലി കുറച്ചാൾ വീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2018 തുടങ്ങിയപ്പോഴേക്കും ആൾക്ക് ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് യൂറിനിൽ പത അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനിത് എന്താണ് ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള, നമ്മൾ അത്ര ആൾക്കും കെയറില്ല. ഞാൻ എന്താണെന്ന് പറയാം. പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇഷ്ടമല്ല ആൾക്ക് ഡോക്ടറെ കാണാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും താല്പര്യം, തീരെ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് വേണം ഡോക്ടറെ കാണാനൊക്കെ. 2020 കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ക്രിയാറ്റിനിൻ ചെറുതായിട്ടൊരു കയറിയിട്ടുണ്ട്, 2 പോയിൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. ക്രിയാറ്റിനിൻ ശരിക്കും 0.4 തൊട്ട് 0.1.2 1.3 വരെയൊക്കെ ആയിട്ട് മാക്സിമം പാടുള്ളൂ എന്നാണ് കേട്ടിരിക്കണേ. എൻ്റെ അറിവിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ക്രിയാറ്റിനിൻ ഒരു 2 പോയിന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 1.9 ആയത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാട്ടിലായിരുന്നു, കേരളത്തിൽ വെച്ച് തൃശ്ശൂർ വെച്ചിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ലോണം ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ വെജിറ്റബിൾസ് കുറച്ച്, പിന്നെ പ്രോട്ടീൻ, എന്താ പറയുക, പൊട്ടാസ്യം കുറവുള്ള ഫുഡ് ഇതൊക്കെ കഴിക്കാനും അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടായിരുന്നു. ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ അതൊന്ന് ബോയിൽ ചെയ്ത് അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ്. പിന്നെ വെള്ളം കുടിക്കുന്നതിനുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ട് ലിമിറ്റേഷനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നതൊക്കെ തന്നെ അധികം കഴിക്കുക. 2020 എന്താണെന്ന് പറയാൻ പറ്റില്ല, നല്ല ക്ഷീണമുണ്ട്. പിന്നെ മാനസികമായിട്ടും കുറച്ച് ബിസിനസ് ഉള്ളതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ 2022 നാട്ടിൽ പോയി വീണ്ടും ആൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്, ക്ഷീണം ഒക്കെ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ക്രിയാറ്റിൻ ഇപ്പോൾ 2 പോയിന്റിലേക്കൊക്കെ കടന്നിട്ടുണ്ട്, നമ്മൾ നല്ലോണം സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആൾക്ക് മേലൊക്കെ ഒരു ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മേലിങ്ങനെ ഫുള്ള് ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിൽ ഇങ്ങനെ മാന്തി അവസാനം റാഷസ്, അവിടെ തന്നെ കറുപ്പ് സ്പോട്ടുകളായി തുടങ്ങി. ഇങ്ങനെ മാന്തി നാട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്താലും പിന്നെ ഇവിടേക്ക് പോരുമായിരുന്നു. തൽക്കാലം നിങ്ങളൊന്നുകൂടെ നല്ലോണം കെയർ ചെയ്യേ, നമുക്ക് ഇത് കൂടുകയാണെങ്കിൽ ഡയാലിസിക്കൊക്കെ ചിലപ്പോൾ നമുക്ക് തുടങ്ങേണ്ടി വരും. ഇപ്പം നമ്മൾ നല്ലോണം സ്ട്രിക്റ്റാക്കി ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തൊട്ട് നമ്മൾ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം വെള്ളം 1.5 ലിറ്റർ 2 ലിറ്റർ ഒക്കെ കുടിക്കുക, അതിലും കൂടുതൽ കുടിക്കേണ്ടതെന്ന് പറഞ്ഞു. യൂറിൻ പാസ് ചെയ്ത് പോകുമ്പോൾ നോക്കുക. അപ്പോൾ അതൊക്കെ അപ്പോഴും ഉണ്ട്. ഷുഗർ കുറേ കൺട്രോൾഡായിരുന്നു. ആ സമയത്ത് ഷുഗറൊന്നും അധികമൊന്നുമില്ല, കുറേ കൂടുതലല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 2022 നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ ചൊറിച്ചിൽ ഭയങ്കര കൂടി, നിറയെ ഈ കറുത്ത കുത്തുകൾ, അത് റാഷസ് പോലെ നിറയെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ UAE വെച്ചൊരു ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാനും പുള്ളിക്കാരനൊക്കെ ഹസ്ബൻഡൊക്കെ ഇതിന് ചെക്ക് ചെയ്യാൻ പോയി. ഫ്രീ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആളുടെ ഇതിൽ ക്രിയാറ്റിനിൻ നല്ലപോലെ കയറിയിരിക്കണം, 6 പോയിൻ്റ് ഒക്കെ ആയി. അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു, നെഫ്രോളജിസ്റ്റ് അല്ല, മറ്റേ സാധാരണ ഒരു ജനറൽ ഫിസിഷ്യനായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇത് കാര്യമായിട്ട് നാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണാം, കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് ഫർദർ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഡയാലിസിസ് വേണമെന്നൊന്നും ഇപ്പോൾ പറയില്ല, പക്ഷേ എന്തായാലും നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആ നേരത്തെ നാട്ടിൽ പോകാമെന്ന് ഓർത്തിട്ട് 2023 നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ തൃശ്ശൂർ ഡോക്ടറെ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി കണ്ടു പോയി കഴിഞ്ഞപ്പോൾ അവിടെ അഡ്മിറ്റാക്കി. അപ്പോഴത്തേക്കും ആൾ ഭയങ്കര വീക്കായി തുടങ്ങി. എൻ്റെ മുന്നേ തൊട്ട് 21-ലും 22-ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗ് ഉണ്ട്, യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം, വണ്ണം കുറഞ്ഞു വരിക, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, കഴിച്ചാൽ തന്നെയും നല്ല ക്ഷീണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് കുറച്ച് ഇടയ്ക്ക് ഒരു ആബ്സെൻറ്റ് മൈൻഡ്, ബ്ലാക്ക് ഔട്ട് ആവണ പോലെ, അതായത് എന്താണെന്നുള്ള ഓർമ്മകൾ ശരിക്കും വരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എവിടെയാണ്, ഏതാണ് സ്ഥലം, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ന്യൂറോൻ്റെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് അത്ര വലിയ പ്രോബ്ലം ഒന്നും പറഞ്ഞിരുന്നില്ല. ന്യൂറോബയോൺ മരുന്നൊക്കെ കഴിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ഷുഗറിൻ്റേതായിട്ടുള്ള നെർവ്സ് കുറച്ച് വീക്കായതിൻ്റെയോ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2023 ഏപ്രിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്രിയാറ്റിൻ നല്ല കയറലാണ്. അവിടെ അഡ്മിറ്റായി അവളെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് അവിടേക്ക് എത്തുമ്പോഴേക്കും ആൾക്ക് ഓർമ്മകളൊക്കെ പോയി തുടങ്ങി. ഷുഗറൊക്കെ ഡൗൺ ആയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓർമ്മയൊക്കെ പോയി, കുറച്ച് ഭയങ്കരമായിട്ട് വീക്കായി, ഓർമ്മ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണപ്പോൾ പോലെയായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഇതൊക്കെ കൊടുത്ത് ഷുഗർ കയറാൻ മരുന്ന് കൊടുത്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ ഇവിടെ അഡ്മിറ്റാക്കി അവിടെ 2 ദിവസം കൊണ്ട് ഈ ക്രിയാറ്റിനിൻ്റെ ലെവൽ, അപ്പോൾ ക്രിയാറ്റിനിൻ ആ സമയത്ത് 8 ആയി. 7-8 കഴിഞ്ഞ് പിന്നെ 2 ദിവസത്തേക്ക് കൂടി നോക്കാം. അപ്പോൾ ഒരു വിഷുവൊക്കെ ആയിരുന്നു. വിഷു കഴിഞ്ഞിട്ട് ഡോക്ടർ വരുള്ളൂ. അപ്പോൾ ഡോക്ടറെ കണ്ടിരുന്നില്ല. ഡ്യൂട്ടി ഡോക്ടേഴ്സൊക്കെ 2 ദിവസത്തേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നു, ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞങ്ങൾ പോയി, ശനിയാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഡോക്ടർ വന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ 12 ആയി. കുറേയല്ല, ചെയ്യുന്നത് കൂടുതലാണ്. അപ്പം ഡോക്ടർ പിന്നെ പറഞ്ഞു, ഇനി നമ്മൾ ഏപ്രിൽ 17 ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് സ്റ്റാർട്ട് ചെയ്താലും കുറയോ ഇത് കൂടുമോ ഇതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഡയാലിസിസ് വേണ്ടി വരും, ലൈഫ് ലോങ് വേണമെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു 20% ആൾക്കാർക്കൊക്കെ ഇത് നമുക്ക് റിക്കവർ ആവും, അതായത് ഈ 2 പോയിന്റിലേക്കൊക്കെ കടക്കും. നമ്മൾ ഒരു 3-4-5 ഡയാലിസിസ് ചെയ്യുമ്പോൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒന്ന് നിർത്തി നോക്കാം. അങ്ങനെ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നടക്കാം. അപ്പോൾ ലൈഫ് ലോങ് വേണ്ടി വരില്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതിൽ ലൈഫ് ലോങ് വേണ്ടി വരില്ലായിരിക്കും, ഡയാലിസിസ് ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ അങ്ങനെ അവർ ആദ്യം തന്നെ ഡയാലിസിന് ഇതിട്ടു. ഫസ്റ്റ് തന്നെ കത്തിട്ട് ഈ കഴുത്തിലൊരു ഓപ്പൺ ആയിട്ടൊരു ഇത് വെച്ചിട്ട് അതിലൂടെയാണ് ഡയാലിസിസ് ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് ഈ കയ്യുമ്മയോ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് വെട്ടാൻ ഫിസ്റ്റുല എന്ന് പറയും, ആ സാധനം ചെയ്യാനായിട്ട് ഈ കഴുത്തിൽ ചെയ്ത് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക്, ഒരാഴ്ചയല്ല, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോരണമെങ്കിൽ ഫസ്റ്റ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് അവിടെ അങ്ങനെയായിരുന്നു. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു കോഴ്സ് ആദ്യത്തെ ഒരു ദിവസം ചെയ്യും, പിന്നത്തെ ഒരു ദിവസം ചെയ്യും, അത് കഴിഞ്ഞ് ഗ്യാപ്പിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സ്, അങ്ങനെ ഒരു 7 ഡയാലിസിസ് 9 ഡയാലിസിസ് വരെ അവിടെ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുടെ ക്രിയാറ്റിൻ കുറവൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ അന്ന് വലിയ ആൾക്കിത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡയാലിസിസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉള്ള, അപ്പോൾ ആൾക്കതൊരു ഭയങ്കര അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ആൾക്ക് കുറച്ച് ഇങ്ങനെ ഡിസോറിയൻറ്റഡ് ആയി തുടങ്ങി, ചെറുതായിട്ട് ഈ എന്തൊക്കെയോ തോന്നി, ഇതൊക്കെ പറയണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പിന്നെ ഡിസ്ചാർജായി പോയി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഡയാലിസിന് പോകുമായിരുന്നു. ആഴ്ചയിൽ 3 എന്നാണ് പറഞ്ഞിരുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി, പിന്നെ ചൊവ്വ, വ്യാഴം, ശനി, അങ്ങനെ പല നമുക്ക് കിട്ടും. നമുക്ക് സ്ലോട്ട് കിട്ടും, അവർ വിളിച്ച് പറയും ഇന്ന സ്ലോട്ടിലാണെന്നൊക്കെ പറയും. അങ്ങനെ ഡയാലിസിന് പോലായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ കഴുത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. നമ്മൾ കുറേ ക്രൗഡഡ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടാം. പക്ഷേ ആ സമയത്ത് ആളുടെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സിൻ്റെ കോളേജിൻ്റെ, തൃശ്ശൂരത്തെ കോളേജിലത്തെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഗെറ്റ് ടുഗദർ. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെ ചെയ്തിട്ട് അധികം ദിവസം 2-3 ദിവസമായിട്ടുള്ളൂ. അതിൽ അവിടെ ഇത് കഴിഞ്ഞ് അന്ന് രാത്രി ആകുമ്പോഴേക്കും ആൾക്ക് പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയായി. അങ്ങനെ കൂടി വന്നപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ അവിടെ പോയി അവിടെ അഡ്മിറ്റാക്കി. പനി കുറയണില്ല. അവിടെ എത്തിയോടുകൂടി ആൾ ശരിക്കും കൺഫ്യൂസ്ഡ് സ്റ്റേജായി, ഡിസോറിയൻറ്റഡ്. നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു തരത്തിലുള്ളൊരു, എന്ത് പറയുമ്പോഴും ആൾക്കിത് എവിടെയാണ്, നമ്മൾ UAE ആണോ നാട്ടിലാണോ മക്കളെ എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒന്നുമില്ല. ചിലപ്പോൾ പറയുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്, ഇങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ നമുക്ക് ഇങ്ങനൊരു മേജർ ഒരു ക്രോണിക് കിഡ്നി ഡിസീസൊക്കെ അല്ല വന്നത്. അപ്പോൾ
അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ഒരു ഇതുപോലെ ഇങ്ങനെ ഒരു ഡിസോറിയൻറ്റഡ് സ്റ്റേജ് വരും. പക്ഷെ അത് വന്നാലും അത് കോമൺ ആയിട്ട് നോർമലായിട്ട് വരുന്നതാണ്. ഒരു മാസം മാക്സിമം ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അതിലും കൂടുതലൊന്നും ഈ ഒരു സ്റ്റേജ് വലിയ പതുക്കെ കുറഞ്ഞു വരും. അവരത് കോപ്പപ്പ് ചെയ്ത് വരും, അവർക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിന് പോവുക, വരിക, വന്നു കഴിഞ്ഞാൽ എണീറ്റ് നടക്കുക, നടന്നാൽ വീഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപിലുള്ള ഒരു ചെറിയൊരു ചെരുപ്പൊക്കെ കിടക്കണമെന്ന് വെച്ചാൽ ചെരുപ്പ് തട്ടി വീഴും. പിന്നെ അപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ. ഓരോ ഡയാലിസും ആൾക്ക് ക്ഷീണമായിരുന്നു. പക്ഷേ ആളുടെ ഫ്ലൂയിഡൊന്നും എടുക്കണ്ടായിരുന്നില്ല. അതായത് ബ്ലഡും ഫ്ലൂയിഡും ഇത് ബ്ലഡ് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് എക്സസ് ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിൽ യൂറിൻ പോകാൻ കുറവാണല്ലോ, പിന്നെ വേർപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യൂറിൻ പോകാനും വെള്ളം എക്സസ് വെള്ളം ഫ്ലൂയിഡ് പോകാനുള്ള വേറെ ഇതുണ്ടാവും. അപ്പോൾ ആൾക്ക് ഫ്ലൂയിഡൊന്നും എടുക്കേണ്ടി വരാറില്ല. കാര്യം വെച്ചാൽ ഞാൻ ആൾക്ക് ഭക്ഷണം കൊടുക്കണതിന് ഞാൻ തന്നെ എന്താ കൊടുക്കണേ എന്താണെന്നറിയില്ല. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്താലേ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാരണം കറക്റ്റ് എമൗണ്ട് 1.5 1.5 ലിറ്റർ വെള്ളം കുടിക്കാമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. 1.5 ലിറ്റർ വെള്ളം അതത്രേ കഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഫ്ലൂയിഡോ മുഖത്ത് നീരോ കയ്യുമേ കാലുമേ നീരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാണുമ്പോൾ അങ്ങനെ ഒരു ഡയാലിസിൻ്റെ ആളെ പോലെയൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ മാത്രം തന്നെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ 3-4 മാസം അവിടെ നാട്ടിൽ തന്നെയായിരുന്നു, തൃശ്ശൂർ തന്നെയായിരുന്നു ഡയാലിസിസ് ചെയ്തിരുന്നത് 4 മാസത്തോളം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആൾ വീക്കായി വരും. നോസിനെയൊക്കെ വീക്കായി തുടങ്ങി, നടക്കാൻ പറ്റാതായി തുടങ്ങി. അതായത് മക്കളെ കാണാതെ ഇരുന്നിട്ടില്ല ആൾ തീരെ. കല്യാണം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ്. ഒരു പഠിപ്പിന് പോലും പിള്ളേർ പുറത്ത് വേറെ ഇല്ല. UAE ആണെങ്കിൽ UAE നാട്ടിലായിരുന്നെങ്കിൽ അവരൊരു പഠിപ്പൊക്കെ അത്യാവശ്യം UAE തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പുറത്ത് പിരിഞ്ഞിരുന്നില്ല. അപ്പോൾ പിള്ളേരായിട്ട് പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരെ കാണാണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3-4 മാസത്തോളം അവിടെ കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങളുടെ വിസയൊക്കെ കഴിയാറാവുമല്ലോ. 6 മാസം നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിസ ഇതാവും. അപ്പോൾ ക്യാൻസൽ ആവാതിരിക്കാൻ ഞങ്ങളൊരു 4-5 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചിലവാണ്. എവിടെയായാലും ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഒന്നരാടം ദിവസം നമുക്ക് ചെയ്യണമല്ലോ. ചിലർക്ക് ആഴ്ചയിൽ 2 മതി. പക്ഷേ ഹസ്ബൻഡിനൊക്കെ ആഴ്ചയിൽ 3 ഉണ്ടായിരുന്നു. ആ ഒരു ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ നിന്ന് തൊട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്ന് വെച്ചാൽ ആൾ ഉറങ്ങില്ല, ഉറക്കം വരില്ല, ആളിങ്ങനെ നടക്കും. അപ്പോൾ പിന്നെ ഞാൻ നടക്കും. പിന്നെ തോന്നി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ആൻസറൊക്കെ പറയും. അങ്ങനെ ആ ഒരു 4 മാസം എനിക്കറിയില്ല എങ്ങനെയാണെന്നുണ്ട്. അത്രയും ഭയങ്കര ഒരു സ്റ്റേജിൽ കൂടെ പോയി. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യം പറഞ്ഞു UAEക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇയാളെയും കൊണ്ട് എങ്ങനെ പോകാൻ, ഓർമ്മകളൊന്നും ഇല്ല, അങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടും ആളിങ്ങനെ വീക്കായി വരേണ്ടപ്പോൾ ആൾ ഫിസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ആൾക്കില്ല. അപ്പം മെൻ്റലി തന്നെയാണ് ആൾ വീക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു UAE തന്നെ തിരിച്ചു പോകേണ്ടി വരുമായിരിക്കും ആൾ ഉഷാറാവാനായിട്ട്. UAE പോയാൽ മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിയാവും എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു തോന്നലുണ്ടായിരുന്നു. അതായത് ആൾ UAE വന്നു കഴിഞ്ഞാൽ മക്കളെ കാണുമ്പോൾ അവർക്കാണെങ്കിൽ ലീവ് കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സമയമായിരുന്നു. പിന്നെ വരികയാണെങ്കിൽ ഒരു മാസമൊക്കെ പപ്പേരടുത്ത് നിൽക്കാനും പറ്റുന്നൊരു സമയമായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നാൽ ശരിയാവും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ അവിടെ നിന്ന് പോരുമ്പോഴും ആൾക്കറിയില്ലേ നമ്മൾ യാത്ര പോവുകയാണോ എവിടെ പോവുകയാണോ അങ്ങനെയൊന്നും അറിയില്ല. ആളിങ്ങനെ ഓടാനൊക്കെ നോക്കുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ വെച്ചിട്ടും ഇരിക്കലൊന്നും ഇല്ല, എണീക്കും. അപ്പോൾ എയർ ഹോസ്റ്റസിനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് അങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് ഇവിടെ എത്തി, നാട്ടിലെത്തി UAEലെത്തി. എയർപോർട്ടിൽ നിന്ന് വന്ന് വീൽ ചെയറിലൊക്കെ തന്നെ ഇരുത്താൻ പറ്റുള്ളായിരുന്നു. അത്രയും വീക്കായിരുന്നു ആൾ. നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വന്ന് രണ്ടാമത്തെ മോളെയൊക്കെ കണ്ടതുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ശരിക്കും നമുക്ക് ആ കണ്ണ് കണ്ടറിയാം ആളുടെ ബോധല്യായും നേരിട്ടുള്ള ബോധത്തിലേക്ക് പറഞ്ഞത്. മോളെ കണ്ട ഉടനെ ആൾക്ക് ഒരു ചിരിച്ച് എൻ്റെ മുഖത്ത് നോക്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നോ ഞാൻ എന്നെ കൊണ്ടുവന്നേന്നുള്ള ഒരു താങ്ക്ഫുള്ളായിട്ടൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മക്കളെ കണ്ടോടുകൂടി ശരിക്കും ആ പോയിന്റിൽ വെച്ച് ആളുടെ കണ്ണിൻ്റെ നമുക്ക് റിയലൈസ് ചെയ്യുന്നത് നോർമലിലേക്ക് വരാൻ നമുക്കറിയാം. അത്രയും പോലും നമ്മുടെ മെൻ്റലി നമ്മൾ വീക്കായി കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി എല്ലാ അസുഖങ്ങളും നമ്മളെ പെടുന്നുള്ളത് ആളെ കണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ മെൻ്റലി വീക്കാണെങ്കിൽ ഈ ചെറിയൊരു അസുഖം വന്നാൽ പോലും നമ്മളെ അതിനെ കീഴ്പ്പെടുത്തും നമ്മളെ. അതാണ് എനിക്ക് ആളിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നെ മക്കളെ കണ്ടോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. പേര് പോലും അറിയണ്ടായത്. പിള്ളേരുടെ പേരല്ലാതെ വേറെ ഒന്നും ആൾക്ക് സംസാരത്തിൽ വരുമായിരുന്നില്ല. അപ്പോൾ ഈ സാർ എങ്ങനെയുണ്ട്, ആ സാർ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ച് അത്രയും മാറ്റം. അത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. മക്കളോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് പപ്പയുടെ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവർ കണ്ടപ്പോൾ തന്നെ ഇവരെ കണ്ടപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞ അങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോൾ പപ്പയ്ക്ക് എന്ത് ഓർമ്മയില്ലായെന്ന് അവർക്ക് തോന്നുന്നത്. പക്ഷേ രാത്രിയൊക്കെ അവർ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അവർക്കറിയാം. പപ്പ വിളിക്കുമ്പോഴത്തേക്കും സംസാരം കേൾക്കുമ്പോൾ പപ്പ ആളുടെ വിചാരം ഇവർ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് വാതിലോർക്കാനോട് ചെയ്യാൻ, അല്ലാണ്ട് മൊബൈലിലാണ് വീഡിയോ കോളാണ് കാണുന്നതെന്നുള്ള പോലത്തെ ഓർമ്മകൾ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആൾ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈജീനിക്കൊക്കെ ഭയങ്കര എല്ലാം നല്ല പ്രോപ്പർ ഡയാലിസിസ് കിട്ടും എല്ലാ കാര്യങ്ങളും.
പക്ഷേ ഇവിടെ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ചിലവാണ്. ഒരു ഡയാലിസിന് തന്നെ നല്ല കോസ്റ്റ് വരും. നാട്ടിലൊക്കെ വരുമ്പോൾ 12,000 എബവ് ഒരു ഡയാലിസിന് തന്നെ വരും. ആഴ്ചയിൽ 3 ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സീനിയർ സിറ്റിസൺ ആയാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായാലും ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് താങ്ക്സ് പറയാനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ പേപ്പറൊക്കെ അതിന് മുന്നേ ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ മക്കൾ ഇവിടെ അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് ചാരിറ്റി ഒക്കെ കിട്ടും. അത് ഒരുമാതിരി എല്ലാവരും ഡയാലിസിസ് ചെയ്യണവരൊക്കെ ചാരിറ്റിക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെ ചാരിറ്റി കിട്ടിയാൽ തന്നെ ചെയ്യാനായിട്ട് അത്യാവശ്യം എന്തുണ്ടെങ്കിലും നടക്കുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആവും, ചാരിറ്റി ഓക്കെ ആവുമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പിന്നെ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെടും. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു മാസത്തോളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ ആയിരുന്നു എടുത്തിരുന്നത്. അത് ഭയങ്കരമായിട്ട് ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10,000 ദിറംസ് തന്നെ പോയിന്ന് വരെ. അത്രയധികം ചിലവുകളുണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ. പിന്നെ അത്രയും ഹൈജീനിക്കായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ വന്നൊരു മാസം ആകുമ്പോഴേക്കും ആൾ നല്ല ഉഷാറായി, ശരിക്കും വണ്ണൊക്കെ വെച്ചു, അതുപോലെ തന്നെ ശരിക്കും ഓർമ്മകളായി, ശരിക്കും നോർമൽ മനുഷ്യനായി, പണ്ടത്തെ പോലത്തെ നല്ല അങ്ങനെയായി. അത് കഴിഞ്ഞ് നാട്ടിലേക്കൊക്കെ പോയത് ഒരു മാസം കഴിയുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ ആർക്കും വിശ്വാസമില്ല ഈ ഒരു 28 ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങളായെന്ന്. എല്ലാവർക്കും അവിടുത്തെ നേഴ്സുമാർക്കായാലും നാട്ടിലായാലും വീട്ടിലായാലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളും ഹാപ്പിയായി ആ ഒരു സമയങ്ങളിലൊക്കെ. പക്ഷേ ആളുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഞാനൊരു 2-3 മാസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡയാലിസിസ് വേണ്ടാതെ നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു. ഇതാണ് ആൾക്ക് നമ്മൾ ദുബായിൽ വെച്ചിട്ട് ചെയ്ത ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലായിരുന്നു നമ്മൾ ചെയ്തത്. അങ്ങനെ ഇവിടെ പിന്നെ ഡയാലിസിസ് പിന്നെ അതൊരു റുട്ടീനായി ആൾക്ക്. ഞങ്ങൾ ദുബായിലായിരുന്നു ആദ്യം. മൺഡേ വെനസ്ഡേ സാറ്റർഡേ അങ്ങനെയായിട്ട് പോകുമായിരുന്നു. അത് രാവിലെ പോയാൽ പിന്നെ 4 മണിക്കൂർ നമുക്ക് ഡയാലിസിന് 4 മണിക്കൂർ കിടക്കണം. അപ്പം ഞാൻ ഇവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവിടെ പോയി ഇരിക്കണമെന്നൊന്നും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ പോയി അവർ തന്നെ നോക്കാം. അവർക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ കഴിയുമ്പോൾ നമ്മൾ ആ സമയത്ത് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ ആൾക്ക് പോരാം. നമുക്കിപ്പോൾ വണ്ടി ഏർപ്പാടാക്കി കാരണം ആ വണ്ടിയിൽ പോരാം, നമുക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, അതായത് നേഴ്സുമാരൊക്കെ ഭയങ്കര നല്ല കെയറിങ് ആണ്. ഭയങ്കര നല്ല ട്രീറ്റ്മെൻറ്റ് അവരുടെ എല്ലാ പേഷ്യൻസിനോടും വളരെ സമാധാനപരമായി ശാന്തമായി കാര്യങ്ങൾ ചോദിച്ച്. TV ഒക്കെ ഉണ്ട്, അത് കാണാനായിട്ട് ഏത് ചാനലാണ് വേണ്ടത്. അവരൊക്കെ ഭയങ്കര പരിചയമായിരുന്നു. ഭയങ്കര മിസ്സിങ് ആണ് ആൾക്ക്. അവിടുത്തെ നേഴ്സുമാരെയും ഡോക്ടേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കും അതെ കേട്ടോ, ഞാനും എല്ലാ ദിവസവും അവിടെ പോണ കാരണം കൊണ്ടേ നല്ല പരിചയമായിരുന്നു അവിടെ. പക്ഷെ ഞാൻ പിന്നെ അവിടെ പോയിരുന്ന ഇത്തിരി ഒരു സന്തോഷമാണ്, അതുകൊണ്ട് ഞാൻ പോകും. പിന്നെ അവിടെ ഒന്നും നോക്കില്ല. മറ്റേ ഇവിടെയൊക്കെ ആകുമ്പോൾ അവിടെയുള്ള മറ്റുള്ള പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഡയാലിസിസ് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അത്രയധികം ആക്റ്റീവായിട്ടുള്ള ഒക്കെ നല്ല വിൽ പവർ വേണം. മെൻ്റലി നല്ല വിൽ പവർ ഉണ്ടെങ്കിലൊക്കെ ഇത് ഇഷ്ടംപോലെ സർവൈവ് ചെയ്ത് 10-15 കൊല്ലമൊക്കെ നിൽക്കാവുന്നതാണുള്ളൂ. ഇതാൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടില്ല, വെറുതെ വീട്ടിലിരുന്നല്ലേ, ഫുൾ ടൈം ബിസിനസ് അത് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതൊക്കെ വന്നപ്പോൾ ആൾ പെട്ടെന്ന് ഇരുന്ന് പോയി. മെൻ്റലി അത്രയും ഡൗണായി. അതുകൊണ്ട് ഇങ്ങനെ ആദ്യത്തെ ഒരു 3-4 മാസമൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് UAE വന്നിട്ടൊരു 3-4 മാസം വലിയ കുഴപ്പമില്ല. ഡയാലിസിന് പോകും, 4 മണിക്കൂർ കഴിഞ്ഞാൽ വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് മൂത്ത മോളുടെ കല്യാണത്തിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കല്യാണം ഏപ്രിലായിരുന്നു. അതായത് 24 കഴിഞ്ഞ കൊല്ലത്തെ 2024 ഏപ്രിലായിരുന്നു കല്യാണം. അപ്പോൾ ആ സമയത്തൊക്കെ ഡയാലിസിന് പോകുകയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകാളെ കൊണ്ടുപോകും. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എൻഗേജഡാക്കി ഇരുത്തണം, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അതായത് ഫുൾ ടൈം നമ്മൾ വെറുതെ ഇരിക്കരുത്, പുറത്ത് പോകണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഡയാലിസിന് വന്നാൽ മതി. ഒരു ദിവസം അങ്ങോട്ടും കൂടെ നീങ്ങിക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആൾക്ക് മിക്കതും ആ 1-2 ദിവസം ഡയാലിസിന് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങും പിന്നെ മോളുടെ കല്യാണം ഉണ്ട് എന്നുള്ളൊരു കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ സമയത്തൊക്കെ കുറച്ച് ഹാപ്പി ആയിരുന്നു. ക്ഷീണങ്ങളുണ്ട്, ദിവസം ചെല്ലുന്തോറും ക്ഷീണമാണെങ്കിലും ആ കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ആൾ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ദിവസം അത് കാണാനും അന്നത്തെ ദിവസം കുറച്ച് ദിവസങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിട്ട് കല്യാണത്തിൻ്റെ ദിവസത്തിൽ ഭയങ്കര ഒരു ഉഷാറ് വന്നു. കുറച്ച് നേരത്തേക്ക് വല്ല വയ്യായൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അപ്പോഴത്തേക്കൊക്കെ കളറൊക്കെ ആളുടെ മാറി തുടങ്ങി. നല്ല വെളുത്ത് ഒരു ഇതായിരുന്നു. ഇതിങ്ങനെ ചെയ്യും തോറും ആളുടെ കളറുകളൊക്കെ കുറച്ച് കുറഞ്ഞു വരുമായിരുന്നു. ഒക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ക്ഷീണമായി തുടങ്ങി. ആഘോഷങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നു. അതെല്ലാം കഴിഞ്ഞുകൂടി ആൾ വീണ്ടും പണ്ടത്തെ ഡയാലിസിസ് അല്ലേ. നമ്മൾ എത്ര പിള്ളേരൊക്കെ എപ്പോഴും പറയും നമുക്ക് പുറത്ത് പോവുക, അവിടെ പോവാം, മൂവി കാണാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആൾക്ക് വേണ്ട. ഭക്ഷണമൊക്കെ ആദ്യം നല്ല വിശപ്പായിരുന്നു. തുടക്കത്തിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നീട് വിശപ്പൊന്നും അധികം അങ്ങനെ എന്തിനോടും താല്പര്യമില്ല, അത് കഴിക്കണം. പിന്നെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 1.5 ലിറ്റർ പോയി പിന്നെ അവസാനം 1 ലിറ്ററേ കഴിക്കാൻ പാടുള്ളത്. ചായ കഴിക്കണമെങ്കിൽ ചായ ഇതെല്ലാം കൂടെ നമുക്ക് 1 ലിറ്റർ എത്ര ഉണ്ടെങ്കിൽ അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. 800 മില്ലി
1 ലിറ്ററിന് താഴെയൊക്കെ ചിലപ്പോൾ കുടിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കറിയാം തീരെ യൂറിൻ പോകാണ്ടായി തുടങ്ങും. ചില സമയത്ത് തീരെ യൂറിൻ പോലും ലാസ്റ്റ് ഒന്നും അങ്ങനെ യൂറിൻ പോകൽ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ യൂറിൻ പോകാണ്ടാകുമ്പോൾ നമുക്ക് അത്രയും വെള്ളം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറയും ഇത്രയും വെള്ളം കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെയായി. പിന്നെ ദാഹിച്ചാലും നമ്മളെങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക് പോയി എടുക്കും. ഉണ്ടാക്കുക കട്ടൻ ചായ. പിന്നെയുള്ള നേരം വെറുതെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി കിച്ചണിലൊന്നും കയറാത്ത ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി നേരം പോട്ടെ. രാത്രി ഉറങ്ങില്ല. രാത്രി 1 മണിയായാലും 2 മണിയായാലും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇരിക്കുമ്പോൾ നേരം പോകാൻ വേണ്ടി പിള്ളേരാണെങ്കിൽ 5-5 ആകുമ്പോഴത്തേക്കും ജോലിക്ക് കയറാൻ പോകണം. 2 മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ട്. ജബലാലി വരെയൊക്കെ എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ വഴി പോകണം. അപ്പോൾ അവിടെ പോകണ വരാം. അപ്പോൾ ഞാൻ നേരത്തെ എണീക്കും. എന്നും 3-4 മണിയാകുമ്പോൾ എണീറ്റാലേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ പോകുള്ളൂ. അവിടെ നിന്നൊന്നും പുറത്തൊന്നും കഴിക്കാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ആളെ തന്നെ ഉണ്ടാക്കി തുടങ്ങും. ഓരോ ദിവസം പുതിയ ഡിഷ് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ജൂലൈയിലൊക്കെ പിന്നെ നേരം പോയിരുന്നത് ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി. ചിലപ്പോൾ ഉപ്പ് കൂടും, ചിലപ്പോൾ എരിവ് കൂടും. ഇതൊക്കെ ഉണ്ടെങ്കിലും പപ്പയ്ക്ക് വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് നല്ല ഫുഡാണല്ലോ എന്ന് പറയുമ്പോൾ ആൾക്കൊരു സന്തോഷം. എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണ്ട ജീവിക്കാനായിട്ട്. അത് കഴിഞ്ഞാലും വെറുതെ ഇരിക്കലാണ്. പിന്നെ ആൾക്ക് മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ബാൽക്കണിയിൽ ഇരിക്കുക, അതുമ്പോൾ ഇങ്ങനെ അതിൽ ആലോചിച്ചിരിക്കുക. മോൾക്കും ഫ്രണ്ടിലൊരു ഇതുണ്ട്, എന്താ നമ്മളുടെ ബാൽക്കണിയുടെ ഇതിൽ നിന്ന് കാണാവുന്നത്. ഇവിടെ ഈ ഊഞ്ഞാലാണ് ആളുടെ ഇഷ്ടപ്പെട്ട. ഈ ബാൽക്കണിയിൽ ഈ ഊഞ്ഞാലും ഇരിക്കും. അത് കഴിഞ്ഞാൽ അത് ആ പോർട്ടാണ് മുന്നിലെ കാണുന്നത്. ആ പോർട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അവിടെ അതുപോലെ തന്നെ ഫ്ലൈറ്റ് പോണുണ്ടോ, ഇല്ലെങ്കിൽ കാറുകൾ, എത്ര ബസ് കാറ് പോണുണ്ടോ, ഇതൊക്കെയാണ് ആളുടെ മെയിൻ ഒരു നേരം പോക്ക്. ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കാറ് ആ സമയത്തൊക്കെ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഷിപ്പുകൾ, ചെറിയ ബോട്ടുകൾ, ചെറിയ ഷിപ്പുകൾ, ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ആളുടെ മെയിൻ ഹോബി അപ്പോഴൊക്കെ. അങ്ങനെയുള്ള സമയം പോവാൻ എന്തെങ്കിലും വേണ്ടേ. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിറയെ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാറുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും കാറുകൾ പോയി, ഇത്രയും ബസ്സുകൾ പോയി. ഓരോ ദിവസം പറയും ഇന്നൊരെണ്ണം കുറവായിരുന്നു, ഇന്നൊരു ബസ് കുറവായിരുന്നു. അതൊക്കെ കറക്റ്റ് എണ്ണം പറയും. അങ്ങനെ പോകും സമയം. അങ്ങനെ ആൾക്കാണ്ടൊരു ഒന്നിനോടൊരു പുറത്ത് പോകാനോ പിന്നെ ഫ്രണ്ട്സിനെ പോയി കാണാൻ, അല്ലെങ്കിൽ ആൾ സംസാരിച്ചു തുടങ്ങി നിർത്തില്ല. എന്നെക്കാളെ അപ്പുറമായിട്ട് ആൾ സംസാരിക്കും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ റേഡിയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ കത്തി വരുന്നുണ്ട്, അങ്ങനെ കത്തിയായിട്ട് സംസാരിക്കുന്ന ആൾ ആരെയും കാണണ്ട, സംസാരിക്കണ്ട, അങ്ങനെയൊക്കെ ആയി. പിന്നെ അതിനുശേഷം ആൾക്ക് പിന്നെ ഒരു കഴിഞ്ഞ ഓഗസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണിനൊക്കെ കുറച്ച് മഞ്ഞ കളർ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോൾ. അപ്പോൾ നോക്കിയപ്പോൾ അത് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു വൈറസ് വന്നു. അത് സാധാരണ ഈ ഡയാലിസിസ് പേഷ്യൻസിന് ഉണ്ടാവുന്നതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ. പക്ഷെ അതിനൊക്കെ ഒരു വേറെ മെഷീനുണ്ട്. അതൊരു 2-3 മാസം കൊണ്ടൊക്കെ അത് ഓക്കെ ആവുന്നതാണ്. അത് കോമൺലി വരുന്നതാണ്, അത്ര വലിയ സീരിയസ് അല്ല. ആൾക്ക് നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു മെഷീനിൽ അവർ ചെയ്യും. 2-3 മാസം കൊണ്ട് പോകും. പക്ഷേ ചിലവർക്കൊക്കെ ലിവറിൽ കയറി പിടിച്ചാൽ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആകുമ്പോഴത്തേക്ക് മഞ്ഞ കളറൊക്കെ കൂടി പിന്നെ വല്ല ക്ഷീണമായി. കളറ് ശരിക്കും ഡാർക്കായി, ഒരു വേറൊരു തരം കളർ, ശരിക്കുള്ള കറുപ്പ് പോലുമല്ല, അങ്ങനത്തെ കറുപ്പും ഈ യെല്ലോ കളർ കണ്ണുമേയും ഇതൊക്കെ യെല്ലോ കളറ്. പിന്നെ ആളുടെ കണ്ണിൻ്റെ സ്റ്റഡിനെസ് ഒന്നുമില്ല. കണ്ണിന് നമ്മൾ നോക്കുമ്പോൾ സ്റ്റഡി അല്ല. അപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു നവംബറിൽ. ഒക്ടോബർ 30th തന്നെ ഞങ്ങൾ നാട്ടിൽ പോകണം വീണ്ടും. ഈ കഴിഞ്ഞ ഒക്ടോബർ 30th നാട്ടിൽ പോയത് എൻ്റെ അനിയത്തിയുടെ ഒരു മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവുകയും ചെയ്യാം. പിന്നെ ആൾക്കാണെങ്കിൽ നാട്ടിൽ പോയി ഇങ്ങനെ ഇത്രയും ക്ഷീണമാണെന്നുള്ള അവർക്ക് ആർക്കും ഫോണിൽ വിളിക്കുമ്പോൾ, വീഡിയോ കോൾ വിളിക്കുമ്പോഴൊന്നും ഇത്രയും വീക്കാണെന്നുള്ള അറിയാം. അപ്പോൾ എനിക്കറിയാം നല്ല വീക്കാണെന്ന് അറിയാം. അപ്പോൾ അയാളുടെ സിസ്റ്ററൊക്കെ ഉണ്ടെന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്ടോബർ 30th ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ ഡോക്ടർ, അതിന് മുന്നേ ഞാൻ പോകണ്ട, ഞാനും ഹസ്ബൻഡും പോകണ്ട, ഇവിടെ തന്നെ ഡയാലിസിസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ പോയിക്കോട്ടെ, മക്കൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഡോക്ടറിനെ പറഞ്ഞു എന്താ ആളെ കൊണ്ട് പോകും, പ്രശ്നമില്ല, ആളെ എൻഗേജ് ആക്കി ഇരുത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ വീക്കായി വരല്ലേ, അപ്പോൾ കുറച്ച് മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് പോവാണ്. അതിന് മുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പോവാം, സിസ്റ്ററെ കാണണം, അതുപോലെ തന്നെ ചേട്ടന്മാരുടെ സിൻസ്റ്റേറ്റിൽ പോയി പ്രാർത്ഥിക്കണം, പിന്നെ മരുമകൻ്റെ വീട്ടിൽ പോകണം. അവിടെ പോയിട്ട് ഇവിടെയായിരുന്നു കല്യാണമൊക്കെ നടന്നത്. ആളുടെ ഒരു ഇതൊക്കെ കാരണം കൊണ്ട് ഡയാലിസിസ് ഇവിടെയല്ല നല്ലതെന്ന് വെച്ചിട്ട് ഇവിടെയായിരുന്നു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് അങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ട് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം. പക്ഷെ അവിടെ തോന്നുന്നുള്ളൊരു അത്രയും വീക്കായിട്ടുണ്ടായിരുന്നു. ഒരു ഹിക്കപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോകണതിൻ്റെ തലേ ദിവസം തൊട്ട് ആൾക്കിങ്ങനെ കിട്ടം വരിക നിൽക്കണില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അവിടെ ഡോക്ടറെ കണ്ടിട്ടൊന്ന് ഇതാക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ആൾ ഈ എക്കിട്ടം മാറാണ്ട് ഈ കപ്സ് കണ്ടിന്യൂസ് വരിക. ഈ പറഞ്ഞ പെങ്ങളെ കണ്ടു, പിന്നെ പറഞ്ഞ വീടുകളിലൊക്കെ പോയി. പിറ്റേ ദിവസം തന്നെ ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി, അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി.
ഹിക്കപ്സ് മാറാതെ പിന്നെ ഇത് വിശ്വാസത്തിന് ഇതിന് തടസ്സം വരിക അങ്ങനെയൊക്കെ ആയിട്ട് പോയി അവിടെ ഡയാലിസിസ് ഒക്കെ ചെയ്തു. അപ്പോൾ ലിവറിന് കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ട്. അതാണ് ഈ ഹിക്കപ്സ് ഒക്കെ വന്നു. കണ്ടിന്യൂസ് ആയിട്ട് രാവും പകലൊക്കെ നിൽക്കില്ല, അതുപോലെ കിട്ടാൻ വരിക. അപ്പോൾ അത് ലിവറിന് കുറച്ച് പ്രശ്നങ്ങൾ, ലിവറിനെ ഡാമേജ് ചെയ്തിട്ടുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് വന്നപ്പോൾ ലിവറിനെ കൂടി പ്രശ്നങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 6 ദിവസം ഉണ്ടായിരുന്നു. ഒക്ടോബർ 30 പോയി, നവംബർ 5 ഞങ്ങൾ തിരിച്ചു പോകും. അതിനൊക്കെ ആൾക്ക് അവിടെ പോകാൻ പറ്റി, അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ നവംബർ 5 വന്ന് 7 ഡയാലിസിന് പോയി, വീണ്ടും 8 വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ ഷെയ്ഖ് ഖലീഫയിൽ അഡ്മിറ്റാക്കി. ഈ ഹിക്കപ്സ് മാറാതെയും പിന്നെ ഛർദി, ശ്വാസ തടസ്സം വരുന്നു എന്നൊക്കെ ആയിട്ട് അവിടെ അഡ്മിറ്റാക്കി. അവിടെ 2 ആഴ്ച ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ച വലിയ കുഴപ്പമുണ്ടായിരുന്നു. 2ാമത്തെ ആഴ്ച വീണ്ടും ആൾ ഓർമ്മ എന്തോ ഒരു ചെറിയൊരു ട്രോമയിൽ വന്നാൽ എന്തോ അവിടെ ഞങ്ങൾ രാത്രി ഞാനൊന്നും അവിടെ ഇല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. എപ്പോഴും ഞാനോ പിള്ളേരോ കൂടെ ഉണ്ടാവണം. അപ്പോൾ അവിടെ ഈ HDU ICU പല വിങ്ങുണ്ട്. അതിലിപ്പോൾ HDUവിൽ കിടന്നു കഴിഞ്ഞപ്പോൾ, സർജിക്കൽ വാർഡിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഞാൻ നിൽക്കാൻ അലൗഡ് അല്ലായിരുന്നു. പകൽ ഏതെങ്കിലും നേരത്ത് വരാമെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ആളെ അങ്ങനെ തനിയാക്കി കഴിഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയാൻ വന്നു. രാത്രിക്ക് ആൾക്ക് പെട്ടെന്ന് ട്രോമയ്ക്ക് പോയി. അപ്പോൾ പിന്നെ വീണ്ടും ഡിസോറിയൻറ്റഡ് ആയി. ആൾ ഓർമ്മകളില്ല, ഏതോ പറയണേ എവിടെ ഏതാണെന്നൊന്നുമില്ല. ഒരു കണക്കിന് അത് ആൾ ലാസ്റ്റ് സമയങ്ങളൊന്നും അത്രയും കൂടെ ഓർമ്മയില്ലാണ്ട് നന്നായി. അല്ലെങ്കിൽ ആൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ വിഷമം ഉണ്ടായേനെ. അങ്ങനെ ഒരു 2 ആഴ്ച അവിടെ കിടന്ന് ബ്രെയിൻ്റെ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ബ്രെയിനിലൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആൾ ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ 2 ആഴ്ച കിടന്ന കിടപ്പിൽ നിന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ലെൻസിൽ വെള്ളം ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കൂടുതൽ ഹിക്കപ്സ് വന്നത്. ആ ഫ്ലൂയിഡ് ബാക്കിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് കളയാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 ദിവസം അത് കളഞ്ഞു. അത് കഴിഞ്ഞ് അത് പെർമനൻ്റ് ആയിരുന്നില്ല. അത് ഊരി കളഞ്ഞിട്ട് ഇനി വല്ലപ്പോഴും വരികയാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ കളയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ഒരു 4 ദിവസം 3 ദിവസം കൊണ്ട് ആൾ നടക്കാനും ഒക്കെ തുടങ്ങിയതായിരുന്നു. അതായത് നവംബർ 24 ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. 25, 26 കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് കുറേശ്ശെ നടക്കാറൊക്കെ ആയി തുടങ്ങി. 27, 28 ഓർമ്മകളും ചെറുതായിട്ട് വന്നു തുടങ്ങി. ശരിക്കും വീടാണ് അങ്ങനെയൊക്കെ സംസാരങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാവിലെ നവംബർ 29 രാവിലെ ആൾ ഭക്ഷണം പതിവില്ലാണ്ട് ചോറും ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞ് ഇഡ്ഡലി ദോശ, നല്ല വിശപ്പ്, അങ്ങനെ അതൊക്കെ കഴിച്ച് ഇഡ്ഡലി കഴിച്ച് 2 ഇഡ്ഡലി 2 ദോശയൊക്കെ കഴിച്ച് ആളെ ഞാൻ പതുക്കെ ഒന്ന് പിടിച്ചോളൂ, തനിയെ നടക്കാം, എനിക്ക് വീൽ ചെയർ വേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നൊക്കെ പോയി റൂമിലൊക്കെ കിടന്നതൊക്കെ ആയിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ബ്രെയിൻ ഹാമറേജ് ഉണ്ടാവുകയാണ് ചെയ്തത്. ബ്ലീഡ് ചെയ്ത് ഇൻറ്റേർണലി പ്രഷർ നല്ല ഹൈ ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ചെറിയൊരു പനി, പിന്നെ നമുക്ക് ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷനൊക്കെ പോലെ തോന്നുമായിരുന്നു. മക്കളുടെ ആൾക്കറിയാം ആൾ ഇനി അധികം ഇല്ല എന്നുള്ളത് ആൾക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും മനസ്സിലാവുണ്ടായിരുന്നു. മക്കൾക്കാണ് അത് തീരെ അവർക്ക് അറിയണ്ടാവില്ലാത്തത്. അങ്ങനെ പിന്നെ ആൾക്ക് ഒരുമാതിരി പിള്ളേരോട് പറയില്ല, അവരോടൊന്നും പറയില്ലെങ്കിലും ആ ലാസ്റ്റ് കുറേ കാര്യങ്ങൾ കാണിച്ചതൊക്കെ അത് ലാസ്റ്റ് തന്നെയായിരുന്നു. പിള്ളേരെ കെട്ടിപ്പിടിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആൾ അൺകോൺഷ്യസ് ആയി. അവിടെ കൊണ്ടുപോയപ്പോൾ മാസീവ് ബ്ലീഡിങ് ആണ് ഇൻറ്റേർണലി ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞു. ബ്രെയിൻ സ്ട്രോക്ക് വന്നിട്ട് അവിടെ കിടന്ന് നവംബർ 29 ആയിരുന്നു ആളവിടെ അഡ്മിറ്റാക്കിയത്. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ആൾക്ക് ഓർമ്മകളൊക്കെ പോയി തുടങ്ങി. തീരെ ഓർമ്മയില്ല. പിന്നെ അവർ ഓക്സിജൻ സപ്പോർട്ടിൽ, വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു. 8 ദിവസം അവിടെ കിടന്നു. അത് അതായത് അവർക്ക് അന്ന് തന്നെ പോയി ഞങ്ങളവിടെ ഹോസ്പിറ്റലാക്കി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇങ്ങനെ ഇനി റിക്കവറി ഇത്തിരി പാടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ ആൾക്കാർക്ക് പോലും ഒരു കൊല്ലമൊക്കെ വേണ്ടി വരും അത് ഡൈല്യൂട്ടായി പോകണമെന്നുണ്ടെങ്കിൽ. ക്ലോട്ട് ചെയ്യുക ചെയ്ത്, ബ്ലീഡ് ചെയ്യുക ചെയ്ത്, അതിൻ്റെ സ്റ്റെയിൻസൊക്കെ മാറണമെങ്കിൽ കുറേ ആളെടുക്കും. ഇല്ലെങ്കിൽ തന്നെ ഒന്നില്ലെങ്കിൽ ആൾ കോമയിലായിരിക്കും കിടക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ബ്രെയിൻ ഡെത്ത് കൺഫേം ആക്കാൻ കുറേ ടെസ്റ്റുകളുണ്ട്. അങ്ങനെ 8 ദിവസം പിന്നെ ആൾ ഹാർട്ട് മാത്രം ആർട്ടിഫിഷ്യലായിരുന്നില്ല, ബാക്കി എല്ലാം സപ്പോർട്ടോട് കൂടിയിട്ട്. ഹാർട്ട് മാത്രം നമ്മുടെ നോർമൽ ഇതായിരുന്നു, ബാക്കി ഫുൾ വെന്റിലേറ്റർ സപ്പോർട്ടായിരുന്നു. അങ്ങനെ 8 ദിവസം കിടന്നു. ഡിസംബർ 6 ആയിരുന്നു അങ്ങനെ പോയത്. 6 6 കഴിഞ്ഞ് വീട്ടിൽ. പിന്നെ 8 നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ കൊണ്ടുപോയി 10 ആയിരുന്നു ഫ്യൂണറലൊക്കെ. 9 ഫ്യൂണറലായിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ കൊല്ലത്താൻ പോവുകയാണ് ഡിസംബർ 6. പിന്നെ ഈ ഫോട്ടോ ആൾ എടുത്തത് ഇതിനു വേണ്ടി തന്നെ ആൾ പറയും. എപ്പോഴും ഇവിടെ ചേട്ടന്മാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ചേട്ടന്മാരുടെ അപ്പൻ്റെ, അമ്മേരെ, ചേട്ടൻ്റെ, എൻ്റെ ഫാദറിൻ്റെ, എൻ്റെ അമ്മേരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അമ്മ ആൾ പോയി കഴിഞ്ഞിട്ടാണ് പോയതിട്ടാണ്. അമ്മ ഏപ്രിലാണ് പോണത്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ലോസും കൂടെ എനിക്ക് വന്നു. മറ്റേ ഡിസംബറിൽ ആൾ പോയതിന് ശേഷം. അതിന് മുന്നേ മോളുടെ കല്യാണത്തിന് ഏപ്രിൽ ദുബായിൽ വന്നതാണ് ആൾ. അമ്മ ടീച്ചറാണ്, ആയിരുന്നു, HM ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബറിൽ
ആളുടെ കാര്യത്തിനൊക്കെ ഉഷാറായിട്ട് വന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അമ്മ പോയത്. ഏപ്രിലിൽ ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നു, ന്യൂമോണിയൊക്കെ വന്നിട്ടല്ലാതെ അമ്മ കിടപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും പോയി. അപ്പോൾ ചേട്ടന്മാരെയൊക്കെ കാണുമ്പോൾ ആൾ പറയും, കഴിഞ്ഞ ജൂലൈയിൽ എപ്പോഴും പറയും എനിക്കൊരു ഫോട്ടോ എടുക്കണം, അവിടെ വെക്കാനുള്ള ഫോട്ടോ ഇനി ഞാനാണ് റെഡി ആവേണ്ടത്, ഇപ്പം തന്നെ എടുത്തില്ലെങ്കിൽ എൻ്റെ കോലം തന്നെ ഇപ്പോൾ മോശമായി തുടങ്ങി, ഇനി എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ആളെ ചീത്ത പറയും, എന്തിനിങ്ങനെ ആവശ്യമില്ലാതെ ഞാൻ പറയും, നിങ്ങൾ എന്തിനും ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിക്കണേ എന്ന് പറയാറുണ്ട്. പക്ഷേ ആൾക്ക് ആ ഫോട്ടോ എടുക്കണം അപ്പോൾ ഞാൻ ആ സമയത്ത് ആളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും പാസ്പോർട്ട് റിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമല്ലോ. അതിനു വേണ്ടി നമുക്ക് ആൾ തന്നെ മോളുടെ കല്യാണത്തിൻ്റെ സൂട്ടൊക്കെ ഇട്ട് തന്നെ പോയി താഴെ ആരുടെ അടുത്ത് വെക്കാനുള്ളൊരു മെനയൊക്കെ ഉണ്ട്. ഇനിയും ദിവസങ്ങൾ ചെല്ലും തോറും ഞാൻ ക്ഷീണിച്ച് വരും. പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തും ആക്ച്വലി ആൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിൽ കാണില്ല, വളരെ നല്ല പണ്ടത്തെ പോലെ തന്നെ ഒരു ഇതിലിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഈ ഫോട്ടോ ഇവിടെ വെക്കണം, അങ്ങനെയൊക്കെ ആൾ എല്ലാം മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. അങ്ങനെയാണ് ഈ ഫോട്ടോ എടുത്തത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. അങ്ങനെ പിന്നെ ഈ റൂമിലാണ് ആൾ മറ്റേ സർജിക്കൽ വാർഡിൽ കിടന്നിരുന്നത്, HDUവിലൊക്കെ കിടന്നിരുന്നത്. നല്ല വലിയ റൂമൊക്കെ. പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ഗവൺമെൻറ് നമ്മൾ ICUവിൽ കിടക്കുമ്പോൾ നമുക്ക് ലാറ്റസ്റ്റ് സാക്രമെൻറ്റ്, നമ്മുടെ രോഗിലേപനമൊക്കെ ക്രിസ്ത്യൻസിന് അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛന്മാരെ കൊണ്ടുവന്ന് ICUവിൽ അതിനൊക്കെ അലൗഡായിരുന്നു. അതിനൊക്കെ നന്ദി പറയണം നമുക്ക് പ്രത്യേകിച്ച്. പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് UAE മിനിസ്റ്റർ ഗവൺമെൻറ് ഉണ്ടല്ലോ, എത്ര കാര്യങ്ങളാണെന്ന് നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തു തരുന്നത്. ഞാൻ 8 ദിവസം ഈ ആൾ മറ്റേ ICUവിൽ കിടന്നു, വെന്റിലേറ്ററിലായിരുന്നു. എത്രയോ ചിലവുകൾ ഉണ്ടാവേണ്ടത്. നമുക്കൊരു പൈസ പോലും ആ ഹോസ്പിറ്റലൊന്നും ആയിട്ടില്ല. അതായത് നമ്മൾ ഇവിടെ കാറ്റഗറി 1, കാറ്റഗറി 2, 3, 4, 5 അങ്ങനെ മിനിസ്ട്രി ഹോസ്പിറ്റലുകളിലൊക്കെ 5 കാറ്റഗറി ഉണ്ട്. അതിൽ ഫസ്റ്റ് 5 or 4 ഒക്കെ ഉണ്ട് തോന്നുന്നു. ഫസ്റ്റ് 1, 2 കാറ്റഗറിയിൽ പെടുന്ന പേഷ്യൻസിനെല്ലാം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ, അതായത് എന്തും സംഭവിക്കാവുന്ന ഇത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇങ്ങനെ ക്രോണിക് ഈ അസുഖങ്ങൾ, ഇപ്പം ഡയാലിസിസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്കൊക്കെ. ഞാൻ ഇതുവരെ ആൾക്ക് അവിടെ പോയിട്ട് ICUവിൽ കിടക്കണ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരാണ്ട് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വന്നിട്ട് പോകേണ്ടി വരും. പോയാൽ 2 ദിവസം കിടന്ന് ICUവിലൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 24 hours നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ. ആൾക്ക് ശരിക്കും 2 ദിവസം കിടക്കുക, ഡയാലിസിസൊക്കെ കഴിഞ്ഞാൽ ഒരു ഡയാലിസിസ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ ചാരിറ്റി കിട്ടാനൊക്കെ അത്രയും ഇവിടുത്തെ മിനിസ്റ്റർ അത്രയും കൈൻഡാണ്. എത്രയോ ട്രീറ്റ്മെൻറ്റുകളാണെന്നറിയോ കുറേ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി കിട്ടുവാണെങ്കിൽ, പ്രോപ്പർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണെങ്കിൽ ചാരിറ്റി കിട്ടുവാണെങ്കിലും അത് എത്രയാണ് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചാരിറ്റിക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരെണ്ണം കഴിഞ്ഞാൽ അത് ഇത്രയും എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അധികം നാളത്തേക്ക് 1 lakh dirhams ഒക്കെ തന്നെ നമുക്ക് കിട്ടിയാൽ തന്നെ ഒരു 7-8 മാസം കഴിയുമ്പോഴേക്കും അത് കഴിയും. അപ്പം നമുക്ക് ചാരിറ്റിയുടെ പിന്നാലെ ഓടണം. അതെപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് ലൈഫ് ലോങ് ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ പോവുക. അങ്ങനെ ഒരുപാട് പേർക്ക് ചാരിറ്റിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഇവിടുത്തെ മിനിസ്ട്രി ഒരുപാട് നമ്മുടെ എക്സ്പാട്രിയേറ്റിനായാലും കുറേ കാര്യങ്ങൾ അത് ഒരുപാട് നന്ദി പറഞ്ഞേ പറ്റൂ. അത്രയും ഒരു ഇതുണ്ട്. ഇവിടെയാണല്ലോ മൊത്തം ആളുടെ ട്രീറ്റ്മെൻറ്റുകളായാലും എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അതായിരുന്നു. ഒരുപാട് പിന്നെ പണ്ടൊക്കെ സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പക്ഷേ ഇങ്ങനത്തെയുള്ള സീരിയസ് അസുഖങ്ങൾ ICUവിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മളുടെ അവസ്ഥ എന്ത് കാര്യങ്ങളായാലും അത് അവർ ഹെൽപ്പ് ചെയ്യും കുറേ കാര്യങ്ങൾക്ക്. ഒക്കെ ആണെങ്കിൽ അത് ഇവിടെ ഇതിലെല്ലാം നമുക്ക് ഫ്രീ ഉണ്ട്. അതായത് നമ്മളൊരു കിഡ്നി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രി വൈസ് നമ്മളൊരു കിഡ്നി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്. പ്രീ പോസ്റ്റ് ഓപ്പറേഷൻ എല്ലാം മിനിസ്ട്രി അവർ തന്നെയാണ് നോക്കുക. പക്ഷെ അത് കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. അപ്പോൾ ആളെയും ഡോക്ടർ പറഞ്ഞത് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നോക്കണമെങ്കിൽ ഞാൻ കിഡ്നി കൊടുക്കാനൊക്കെ നമ്മൾ റെഡിയായിരുന്നു. പക്ഷേ ആൾക്ക് തീരെ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. എനിക്കൊരു കിഡ്നി ഇനി റിമൂവ് ചെയ്ത് ഈ പ്രായത്തിൽ അത് ചെയ്യേണ്ട, നല്ല സ്ട്രോങ് ആയിട്ട് നീ ഇരിക്കുന്ന ആൾ വെറുതെ ആവശ്യമില്ലാതെ ഇനി അതിനൊന്നും പോകണ്ടെന്നുണ്ട്. മക്കളും പറഞ്ഞു അങ്ങനെ ഒരു ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ ആളാണെങ്കിൽ ഇതൊന്നും ആൾ തീരെ സമ്മതിക്കണില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് പറ്റുമെന്നും അറിയില്ല. ആളുടെ ഒരു സ്റ്റേജ് വെച്ചിട്ട് ആൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടക്കുമോ എന്നുള്ളതും പറ്റില്ല. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാലൊക്കെ ആൾക്ക് 64 വയസ്സായിട്ടുണ്ടായിരുന്നു. 65 ആയപ്പോഴാണ് കഴിഞ്ഞു. ആ സമയത്ത് ഒക്കെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ റിസ്ക് ആണ്. പക്ഷെ അതൊക്കെ ചെയ്ത് നടക്കണവരും ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഞാൻ അന്ന് കാണുന്നവരൊക്കെ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അവിടെ പോകുമ്പോൾ ഡയാലിസിസ് യൂണിറ്റൊക്കെ കാണാൻ പോകും. അങ്ങനെ കാണാൻ പോകുമ്പോൾ ആ മുമ്പുണ്ടായിരുന്ന പേഷ്യൻസും അവരൊക്കെ അവിടെ ഉണ്ട്. ഒരു വയസ്സായിട്ടുള്ളൊരു അമ്മാമയുണ്ട്, 75 വയസ്സായിട്ടുള്ള ആൾ. ഇപ്പോഴും ചോദിക്കും എന്താണ് എന്താ കുറേ വിശേഷമൊക്കെ ചോദിക്കും. ഒരു പാകിസ്ഥാനിയാണ് ആൾ. അങ്ങനത്തെ പിന്നെയുണ്ട് 3-4 പേരെ സ്ഥിരം പരിചയം. എന്നും ഒന്നരാടം പോണതല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു രാവും പകലും. പിന്നെ ആളുടെ പിന്നാലെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ആ ലോൺലിനെസ് ഫീൽ ചെയ്യാൻ.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം ഈ ആളുടെ പിന്നാലെയുള്ളതും പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ പിന്നെ മക്കൾ ജോലിക്ക് പോയി കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് അവർ 3-4 മാസമായിട്ട് പറയുന്നുണ്ടായത്, അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചാനൽ എന്തെങ്കിലും മനസ്സിനെ ഇതാക്കാനൊക്കെ ആയിട്ട് എൻഗേജ് ആക്കി ഇരുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയി പോകും. അതുപോലെ എനിക്ക് പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം വന്നു ഈ ഒരു 2 കൊല്ലത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങോട്ട് മൊത്തം മാറിക്കഴിഞ്ഞപ്പോൾ. പക്ഷെ അതെല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റ്, ഞാനിവിടെ വന്നപ്പോൾ ലൈഫ് സ്റ്റൈൽ ശരിയായപ്പോൾ ഡോക്ടറെ കണ്ട് കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചു 1 മാസം. മറ്റേ ഇതിനും പ്രഷറിന് 2 ആഴ്ച കഴിച്ചുള്ളൂ. എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു, ടിമ്പാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു സർജറി, അതിന് വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം നമ്മളുടെ റുട്ടീൻ ശരിയായപ്പോൾ പ്രോപ്പർ ഉറക്കമൊക്കെ കിട്ടി. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊക്കെ നിറയെ ഈ ഉറക്കമില്ലായ്മ ഇതൊക്കെ എൻ്റെ സ്കിന്നിനെയാണ് ബാധിച്ചത്. എല്ലായിടത്തും നല്ല കറുപ്പതായി, കണ്ണിന് പിന്നെ ഡാർക്ക് സർക്കിൾ നമ്മൾ ഉറങ്ങാണ്ട് വരുമ്പോൾ അതും എല്ലാം കൂടെ ഇവിടെയൊക്കെ സ്പ്രെഡായി. ലൈക്കൻ പ്ലാന്റ്സിൻ്റെ പോലത്തെ അങ്ങനെ ഒരു അസുഖമൊക്കെ പറഞ്ഞു, സ്കിൻ ഡിസീസ്. മാറണമൊന്നുമല്ല, പിന്നെ പ്രത്യേകം പ്ലസ് എൻ്റെ ഈ ലൈഫ് സ്റ്റൈലും കൂടെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ട്രിഗറായി. എല്ലായിടത്തേക്കും നല്ല പോലെ കറുപ്പ് കുത്തുകളും അങ്ങനെ അങ്ങോട്ടായി. അതും ഇപ്പോഴും കുറഞ്ഞു വരുന്നുണ്ട്. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനൊക്കെ കണ്ടു, കുറഞ്ഞു വരുന്നുണ്ട്, എല്ലാം കുറച്ച് കുറവായി തുടങ്ങി. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയോട് കൂടി തന്നെ കുറേ പ്രഷറും മാറി, മരുന്നൊന്നുമില്ല, കൊളസ്ട്രോളും മാറി, എല്ലാം നോർമലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഈ അസുഖങ്ങളൊക്കെ വന്നാലും നമ്മൾ മെൻ്റലി കാരണം സ്ട്രോങ് ആണെങ്കിൽ കുറേ അസുഖങ്ങൾക്ക് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. പിന്നെ ഒരു രോഗിയാകുമ്പോൾ അവരുടെ ക്ഷമയോടുകൂടി അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാനൊക്കെ എനിക്ക് സമയം കിട്ടി. ഒരുപാട് ആളുടെ ഒപ്പം നിന്ന് ആളുടെ എല്ലാം എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതി മനസ്സിലാക്കി അതുപോലെ ചെയ്യാനും അതിനൊക്കെ കിട്ടി. അപ്പോൾ പിന്നീടാണ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇപ്പോൾ ഈ ഓഗസ്റ്റിലാണ് ഞാൻ ഇത് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര മെൻ്റലി കുറേ റിലാക്സേഷനായി. എപ്പോഴുള്ള പെയിൻ മാറി, നേരം ഇങ്ങനെ ആലോചനകളൊക്കെ മാറി. എന്തൊക്കെ ചെയ്യാം, വീഡിയോ എടുക്കാം, അങ്ങനെ വന്നപ്പോൾ തന്നെ മനസ്സിനെ ഡിവേറ്റ് ചെയ്ത് കൊണ്ടപ്പോൾ കുറേയൊക്കെ സമാധാനമുണ്ട് ഇപ്പോൾ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആളുടെ ഡയാലിസിൻ്റെ കൂടിയുള്ള യാത്രയായിരുന്നു എൻ്റെ. അതാണ് അങ്ങനെ. ഇപ്പോൾ മക്കളായാലും അതിൽ നിന്ന് ഇങ്ങനെ മൂവ് ഓൺ ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും എല്ലാം നമ്മൾ മറക്കില്ല. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ പിള്ളേരായാലും അവർ കാണുന്നത് പപ്പേനെയാണല്ലോ. അതായി വരും സമയം, ഇൻറ്റൻസിറ്റി കുറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത്രയുള്ള ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞു വരും. അതാവണല്ലോ, നമ്മൾ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ഒരു സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ആളുടെ ഡയാലിസിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര ഇതായിരുന്നു കാര്യം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ ഞാൻ ആൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, 2-3 പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. ഹിന്ദി കുറേ ഓൾഡ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ് അത്. പിന്നെ ഈ പാട്ട് എന്നതാ, താമരക്കുമ്പിളല്ലോ, ഇങ്ങനെ 3 പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പാടാൻ പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ആപ്കി നസറോ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ പാട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞ ആൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അന്നേരമൊന്നും ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞാലൊന്നും ഞാൻ ചിലപ്പോൾ പാടില്ല എന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ടൊക്കെ ഞാൻ പാടുന്നത്. അപ്പോൾ ഓക്കെ, എന്നാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.